ചേട്ടാ, അപ്പം ഗോവിന്ദൻ. അതെ. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ അതൊരു പറയുമ്പോൾ പഴയ പ്രയോഗമാണ്. പഴയ പ്രയോഗം. പക്ഷെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാടനുസരിച്ച് അതിനേക്കാൾ പഴയ ഒരു പ്രയോഗമാണ് എനിക്ക് വന്നത്. ഓൻ ദ ഗോവിന്ദൻ എന്നും കൂടി ഒരു പേര് വന്നിരുന്നു. കാരണം ഈ ഇവിടെ ട്രംപിന്റെ അനിയനായിട്ട് വരും. അതായത് ഇപ്പൊ പറയുന്നത് മാറ്റി പറയും, പിന്നെ പറഞ്ഞില്ല എന്ന് പറയും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം RSS ബാന്ധവത്തെക്കുറിച്ച് നമ്മുടെ ഗോവിന്ദൻ മാഷ് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ നിന്ന് സ്വരാജൊക്കെ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചു. അത് പിണറായി ആണെങ്കിൽ ഇങ്ങനെ കൈയൊഴിഞ്ഞ മട്ടിലും ഒക്കെ ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ പുള്ളിക്ക് എന്തായാലും നല്ലൊരു എന്താ പറയുക, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളൊക്കെ കൂടെ ചേർന്നിട്ട് ഒരു നല്ലൊരു സ്വീകരണം AKG സെന്ററിൽ ഒരുക്കുന്നുണ്ടോ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിന് പിന്നിൽ EP ജയരാജനാണെന്ന് കേൾക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ? അതായത് അടിയന്തരാവസ്ഥ കാലത്ത്, അടിയന്തരാവസ്ഥ കാലത്തിന് മുമ്പ് അല്ലെങ്കിൽ ആ ഒരു കാലയളവിൽ 1960, 70-കളിൽ 75-ലൊക്കെയാണ്, 76, 77-ലൊക്കെ അടിയന്തരാവസ്ഥ വരുന്നത്. അത് റീസെന്റ് ആയിട്ട് നടന്നൊരു പ്രസ്താവനയാണ് ഗോവിന്ദന്റെ. RSSുമായി CPM-നുണ്ടായ ബാന്ധവം ഒരിക്കലും ഒരു പാർട്ടി സെക്രട്ടറി പറയാൻ പാടില്ല. അതും ഇത്തരത്തിലൊരു പൊതുതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന്റെ തലേ ദിവസം. അതൊരു പ്രമുഖ മാധ്യമത്തിന്റെ ഇടതുപക്ഷ ചായ്വുള്ള റിപ്പോർട്ടറാണ് ആ അഭിമുഖം എടുത്തത്. അപ്പൊ അദ്ദേഹം തന്നെ വിലക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമാവില്ലേ, എന്ത് പ്രശ്നം, നടന്ന കാര്യമില്ലേ എന്ന് ഗോവിന്ദൻ വെട്ടി തുറന്ന് പറയുന്നു. അപ്പൊ പ്രേത് പറഞ്ഞ കാര്യം, ഈ ചോദ്യം ചെയ്യാതിരിക്കുന്ന EPയെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഒരു വടി കിട്ടാൻ കാത്തിരിക്കുകയാണ്. കാര്യം ഗോവിന്ദൻ ഈ സീറ്റിന് അർഹനല്ല, അതിന് ഞാനാണ് അർഹനെന്ന് EP എന്നേ പറഞ്ഞു നടക്കുന്നു. EPയെ പോലെ ഒരാൾ പാർട്ടിയുടെ സെക്രട്ടറി ആകണമെന്ന് പിണറായി വരെ ആഗ്രഹിച്ചത്. ഇപ്പോ ഈ പറയുന്ന MA ബേബി വരെ റെഡിയായിരിക്കുവാണ്. എങ്ങനെ ഈ പറയുന്ന രീതിയിൽ ഈ പ്രസ്താവന തെറ്റായി പോവുകയെന്ന്. പക്ഷേ ശരിക്കും അത് അവസരത്തിലാണല്ലോ. പക്ഷെ ഇതിനകത്തൊരു സൂത്രം ഒളിഞ്ഞിരിപ്പുണ്ട്. അതിന് ഈ പിണറായിയും ഗോവിന്ദനും കൂടെ സംസാരിച്ചിട്ട് ഇത് സ്ക്രിപ്റ്റഡ് മാറ്റർ ആണോ എന്ന് സംശയം. ഇത് തയ്യാറാക്കി വെച്ചൊരു സ്ക്രിപ്റ്റ് ആണോ? ഈ സ്ക്രിപ്റ്റ് പിണറായിയും കൂടെ ചേർന്ന് തയ്യാറാക്കിയതാണെങ്കിൽ ഗോവിന്ദന് അടിക്കാൻ പറ്റത്തില്ല. കാര്യം ബേബിയെ സംബന്ധിച്ച്, ബേബിക്ക് ഈ പറയുന്ന പോലെ ബേബി ജനറൽ സെക്രട്ടറി ആയി കഴിയുമ്പോൾ കേരള ഘടകമാണ് അവിടെ ആകെ ഉള്ളത്. പോളിറ്റ് ബ്യൂറോയിൽ കേരള ഘടകത്തിന്റെ ഒറ്റ അപ്രമാദിത്വത്തിൽ കണ്ണൂർ വിട്ടിട്ട് ഒരാൾ പാർട്ടിയുടെ സെക്രട്ടറി ആവുകയാണ്. കൊല്ലത്ത് നിന്ന് ഒരാൾ പാർട്ടിയുടെ സെക്രട്ടറി ആവുകയാണ്. അപ്പോൾ ബേബിയെ ഇപ്പോൾ ഒരു സൈഡ് ലൈൻ ചെയ്ത് പിണറായി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെയും പിണറായിക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേബിയെ ഓവർകം ചെയ്യാം. എങ്ങനെ? അത് പോട്ടെ, അതൊന്നും പറയണ്ട. അപ്പൊ ഇപ്പോ പുരുഷു എന്നെ രക്ഷിക്കണം എന്ന് പറയുന്നത് പോലെ പിണറായി എന്നെ രക്ഷിക്കണം എന്ന് ഗോവിന്ദൻ അഭയം തേടിയിട്ടുണ്ട് എന്ന് പറയുന്നു. എന്ന് നിങ്ങളാരും ഇനി ഒന്നും പറയണ്ട, സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയി എന്ന് പിണറായിയും പറഞ്ഞതായിട്ടാണ് അറിവ് വരുന്നത്. എന്തായാലും സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇത് ചർച്ചയാകാൻ സാധ്യതയുണ്ട്. കാര്യം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പറയുന്ന രീതിയിൽ M സ്വരാജ് മത്സരിക്കാൻ തയ്യാറല്ലായിരുന്ന M സ്വരാജിനെ പിണറായി വിജയനാണ് മത്സരിക്കാൻ പറഞ്ഞത്. മത്സരിച്ചു. അദ്ദേഹം മത്സരിച്ച് വോട്ട് പെട്ടിയിലായി കഴിഞ്ഞപ്പോൾ സ്വരാജിന്റെ തന്നെ ഭാഷയിൽ കുബുദ്ധികൾ, പിന്നെ എന്തോന്ന് അച്ചടി ഭാഷയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് വരത്തില്ല. കുൽസിത മനസ്സുകാർ, കുബുദ്ധികൾ ഒക്കെ പലതും പറയുന്നുണ്ട്. അതൊന്നും നമുക്കത് മനസ്സിലാവില്ല, പെട്ടെന്ന് വരില്ല. അതെ, നമ്മളൊന്നും അത് ശ്രവിക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പാർട്ടി തീരുമാനമായിരുന്നു എന്നൊക്കെ ഇന്നൊരു പ്രമുഖ ഇടതു ചായ്വുള്ള മറ്റൊരു റിപ്പോർട്ടർ ഇത് പറയുന്നത് കേട്ടു. ഏതായാലും AKG സെന്ററിൽ ഒരു ചർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഇങ്ങനെ ഒരു RSS ബാന്ധവം ഇദ്ദേഹം പറഞ്ഞത് തെറ്റായി പോയി എന്നുള്ള കാര്യം. ഈ RSS നേതാവുമായിട്ടുള്ള കൂടിക്കാഴ്ച, RSS നേതാവ് EPയെ കാണാൻ വന്നത് ഇതുപോലെ ഒരു തിരഞ്ഞെടുപ്പ് കാലത്താണ് അല്ലേ? പൊട്ടി പുറപ്പെട്ടു വന്നത് പിന്നെ കട്ടഞ്ചായയും പരിപ്പോടെ. അതുണ്ട്. അപ്പോഴും EPക്ക് പറയാനൊരു കാരണമായി. അതെ, അന്ന് എന്റെ വിഷയം വന്നപ്പോൾ ഇങ്ങനെയായിരുന്നല്ലോ. ഇതിനകത്ത് CPM-നകത്ത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. അതായത് EPക്ക് വർഷങ്ങളായി AKG സെന്ററിൽ ചായയും ഒക്കെ ഇട്ടു. ഞാനൊരു വാർത്ത ചെയ്തിട്ടുള്ളതാണ്. ചായയും മറ്റും കിട്ടിയ ഒരു സാധാരണക്കാരനായ തിരുവനന്തപുരത്തുകാരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇവരുടെ സ്പർദ്ധയുടെ ഫലമായിട്ട് ആ മനുഷ്യൻ ആത്മഹത്യയാണ് ചെയ്തത്. കാര്യം EPയുടെയും ഈ പറയുന്ന MP ഗോവിന്ദന്റെയും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വൈര്യം സഹിക്കുക വയ്യാതെ അതായത് പ്രീത കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയാം. AKG സെന്റർ അറിയാവുന്ന എനിക്ക് തോന്നുന്നു. ഒരു തവണയെങ്കിലും തിരുവനന്തപുരം വന്നാൽ അറിയാം. അപ്പൊ ഈ AKG സെന്റർ നേരെ ഓപ്പോസിറ്റാണ് ഇവർക്കുള്ള ഒരു ഫ്ലാറ്റ് കൊടുത്തിട്ടുണ്ട്. CPM-ലെ ഈ മെയിൻ സഖാക്കൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇപ്പം അംഗങ്ങളായിട്ടുള്ള സെക്രട്ടറിക്കൊക്കെ ഫ്ലാറ്റ് ഉണ്ട്. അപ്പൊ ഈ ഗോവിന്ദന്റെ ഫ്ലാറ്റിൽ
ഗോവിന്ദന്റെ സഹോദരിയുടെയോ മറ്റോ മകൾ ഒരു പെൺകുട്ടി താമസിക്കുന്നു. ഈ പെൺകുട്ടിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഈ കൂട്ടുകാരൻ അനവസരത്തിൽ വരുന്നത് ഈ പിയുടെ റൂം നോക്കിയിരുന്ന മനുഷ്യൻ ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്തത് പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. യങ്സ്റ്റേഴ്സ് അല്ലേ, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഗോവിന്ദനടുത്ത് പരാതി പോയി. ഗോവിന്ദൻ ഇദ്ദേഹത്തിനെ എടുത്തിട്ട് കൊടന്നു. ഇതിലെ മനോദുഃഖം കാരണം ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്തയുണ്ട്. ഇത് ആത്മഹത്യ ചെയ്തത് ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കൂടെയാണ് എന്നും ഒരു പറയാത്തൊരു കഥ കൂടെ AK സെന്ററിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ, അത് മാത്രമല്ല അതൊരു നടന്ന സംഭവമാണ്, അത് ഇതിനെ കൂട്ടിച്ചേർത്തതാണോ എന്ന് അറിയില്ല. ഏതായാലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തമ്മിൽ തന്നെ പാർട്ടിക്കകത്ത് ഗോവിന്ദനൊരു പക്ഷവും പിക്ക് മറ്റൊരു പക്ഷം, ഇവർ തമ്മിൽ ഒരിക്കലും ചേരാത്ത ആൾക്കാരാണ്. ഗോവിന്ദന്റെ സ്റ്റേറ്റ്മെന്റുകളോ ഗോവിന്ദന്റെ പൊട്ടത്തരങ്ങളോ അല്ലെങ്കിൽ ഗോവിന്ദൻ ഒരു സംസ്ഥാന സെക്രട്ടറി എന്നതിന് നിലവാരം താഴ്ചയോടെ പെരുമാറുന്നതിലോ ഒക്കെ പിക്ക് വല്ലാത്ത അമർഷമാണ്. അപ്പൊ പിക്ക് അമർഷമുണ്ടെങ്കിൽ പിയെ സംസ്ഥാന സെക്രട്ടറി ആക്കണമെന്ന് ഒരു വേള പിണറായി ആഗ്രഹിച്ചിരുന്നതാണ്. പിണറായി വളരെയധികം ആഗ്രഹിച്ചിരുന്നതാണ്. എന്നിട്ട് പിണറായിയുടെ ആ ആഗ്രഹം നടക്കാതെ പോയി. അതെന്തുകൊണ്ട്? അത് ഈ പറയുന്ന പോലെ പിന്നെ ഗോവിന്ദനെ ആക്കണമെന്ന് കിടക്കയിൽ കിടന്നുകൊണ്ട് കൊടിയേരി പറഞ്ഞതിന്റെ ഫലമാണ്. ഏതായാലും ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയ ശേഷം കഴിഞ്ഞ ടൈമിലും നിരവധി ഉപതെരഞ്ഞെടുപ്പുകൾ കണ്ടു. അതിൽ ജയമുണ്ട്, തോൽവിയുണ്ട്. അപ്പൊ ഈ ഉപതെരഞ്ഞെടുപ്പിലെ ജയമാണോ തോൽവിയാണോ എന്ന് വെച്ചാൽ ഇവർക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ CPM-ന് എതിരാളിയുടെ വോട്ട് വരെ അവർ കൂട്ടും. എതിരാളിയുടെ വോട്ട് വരെ അവർ കൂട്ടും. അപ്പൊ എതിർപക്ഷത്ത് നിൽക്കുന്ന ആരാണ്? എതിർപക്ഷത്ത് നിൽക്കുന്ന ഈ പറയുന്ന ഇദ്ദേഹം ഉണ്ടല്ലോ, നമ്മുടെ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിന്റെ കിട്ടാൻ പോകുന്ന വോട്ട്, PV അൻവറിന്റെ പോക്കറ്റ്സിലെ വോട്ട്, ഇതെല്ലാം ഇവർ കൂട്ടിയിട്ടുണ്ട്. ഇത് അങ്ങനെ അവർ മെഷർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവർ കൂട്ടിയിരിക്കുന്ന വോട്ടിന്റെ ശതമാനം എത്രയാണ്? സ്വരാജിന് കിട്ടുന്ന ഇവർ 2000 വോട്ടിന്റെ ലീഡേ ഇവർ കൂട്ടിയിട്ടുള്ളൂ. അപ്പൊ സ്വരാജ് ജയിക്കില്ലെന്ന് ഇവർ എപ്പോഴേ ഉറപ്പിച്ചു കഴിഞ്ഞു. M സ്വരാജ് ജയിക്കില്ല എന്നുള്ള കാര്യം CPM ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്നറിയോ, CPM എന്ന് പറയുന്ന പാർട്ടിക്ക് വ്യക്തമായിട്ട് അറിയാം, കോൺഗ്രസിനും അറിയാം, ഷൗക്കത്ത് ഒരു വേള മറുകണ്ഠം ചാടാൻ നിൽക്കുമായിരുന്നു. അത് പ്രീതിക്കറിയാവോ? അത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് അത് ഇയാൾക്കറിയാം, ഈ പറയുന്ന അൻവറിനറിയാം, PV അൻവർ എന്ന് പറയുന്ന വ്യക്തിക്കറിയാം ഷൗക്കത്ത് ഒരു കള്ളനാണ്. ഷൗക്കത്ത് ഈ പറയുന്ന ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വരെ കാര്യം ഒരു വേള ജോയിക്ക് സീറ്റ് കൊടുത്തെങ്കിൽ ഷൗക്കത്ത് ചാടി പോയേനെ. അതായത് CPM-ന്റെ ഒരു നയവും കൂടെയാണ്. CPM അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ട്രാറ്റജിക് രീതികൾ കാണിക്കാൻ കഴിവുള്ള, അതായത് ഒരു ഗാംബ്ലർ, ഏത് പാർട്ടിയുടെ സെക്രട്ടറി തലപ്പത്തിരിക്കാന്ന് പറഞ്ഞാൽ ഗാംബ്ലർ ആയിരിക്കണമല്ലോ. ആ ഒരു ഗാംബ്ലിങ് ഗോവിന്ദൻ ഉണ്ടോ എന്ന് ഒരു വേള പാർട്ടിക്കകത്ത് ഇപ്പൊ സംശയമുണ്ട്. ഇത്തരത്തിലുള്ള അനവസരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ. ഇതിപ്പോ ആദ്യത്തെ തവണയൊന്നുമല്ല. അദ്ദേഹം ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറയും, പിന്നെ മാറ്റവും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇടപെട്ട് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരുന്ന പരിധി വരെ മുഖ്യമന്ത്രി സംരക്ഷിക്കാൻ പറ്റുള്ളൂ. മുഖ്യമന്ത്രി സംരക്ഷിച്ച് നിർത്തും എന്നൊരു വർത്തമാനമുണ്ട്. ബേബി ഉൾപ്പെടെ സംസ്ഥാന ഘടകം ഒന്നടങ്കി EP ഉൾപ്പെടെ ഇതിന് വാളോങ്ങാൻ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ എത്രത്തോളം സംരക്ഷിച്ച് നിർത്തും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയും. പക്ഷെ എന്തായാലും EP ഇതൊരു വിഷയമായിട്ട് ഉയർത്തിക്കാണിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട് പ്രിയ, ഒരു വരാൻ പോകുന്ന 2026 തെരഞ്ഞെടുപ്പ് തദ്ദേശ ഇലക്ഷനിലൊക്കെ വരുമ്പോൾ മുഖ്യമന്ത്രി ഒരു ഘടകത്തിൽ ഒരു വശത്ത് നിൽക്കുന്നു, പാർട്ടി സെക്രട്ടറി വേറൊരു സ്ഥലത്ത് നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് പാർട്ടിക്ക് വൻ അവമതിപ്പാണ്. CPM എന്ന് പറയുന്ന പാർട്ടി ഗോവിന്ദനെ അച്ചടക്കമുള്ള കുട്ടിയാക്കാൻ പിണറായിക്ക് കഴിയില്ലേ? അല്ല, അതാണ് അച്ചടക്കമുള്ള കുട്ടി ആക്കണം എന്നുണ്ടെങ്കിൽ പോലും ഗോവിന്ദനെ സംബന്ധിച്ച് ഗോവിന്ദൻ ഇപ്പോൾ ഇത്തരത്തിലൊരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി എന്ന് പറയുമ്പോൾ പാർട്ടിയാണ്. പാർട്ടി സെക്രട്ടറി വേറെ, പാർലമെന്റ് തലത്തിലെ മുഖ്യമന്ത്രി വേറെ. അപ്പൊ പാർട്ടി സെക്രട്ടറി ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുമ്പോൾ അത് പാർട്ടിയാണ് ബാധിക്കുന്നത്. പക്ഷെ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് ഗോവിന്ദനാണെങ്കിലും ഇപ്പോഴും പാർട്ടി എന്ന് പറയുന്നത് പിണറായിസമാണ്. പല നിലപാടുകളും മാറ്റേണ്ടി വരുന്നതും പലർക്കും എന്താ പറയാ റാൻ പറയേണ്ടി വരുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ്. ഒരു പാർട്ടി സെക്രട്ടറിയുടെ ഒരു പവറിൽ ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രി ഇത് ചെയ്യരുത് എന്ന് പറയാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഗോവിന്ദൻ മാഷിന്. അല്ല, അവിടെയാണ് പിന്നെ VS മുഖ്യമന്ത്രി ആയിരിക്കുകയും VS-ന്റെ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുകയും പിണറായി വിജയൻ സെക്രട്ടറി ആയിരിക്കുകയും ചെയ്യുമ്പോൾ VS-നെ നിയന്ത്രിച്ചത് പിണറായിയാണ്, പാർട്ടിയാണ് നിയന്ത്രിച്ചത്. അന്ന് പാർട്ടി ഒരു തലത്തും പിന്നെ മുഖ്യമന്ത്രി വേറൊരു തലത്തിലുമായിരുന്നതിന്റെ ഫലം നമ്മൾ അന്ന് അനുഭവിച്ചതാണ്. അപ്പൊ അത് ഉണ്ടാകാതിരിക്കാൻ, അത് ഉണ്ടായാൽ മുഖ്യമന്ത്രിക്കാണ് അതിന്റെ ക്ഷീണം. അതുകൊണ്ട് മുഖ്യമന്ത്രി സംരക്ഷിച്ച് നിർത്തും എന്ന് നമുക്ക് കരുതാം.